ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. എന്താണ് ടേക്ക് എ ബ്രേക്ക്? സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ഏതാണ്? നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ ഒരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. ആരുടെയും തുണയും കരുതലും സഹായവുമില്ലാതെ ജീവിക്കുന്നതും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതും പങ്കാളികൾ മരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ മുതിർന്ന പൗരർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുക, പുനരധിവാസം ഉറപ്പുവരുത്തുക, കെയർ ഗിവർമാരുടെ സഹായം ഉറപ്പുവരുത്തുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായങ്ങൾ എത്തിക്കുക ഇതൊക്കെ ചെയ്യുന്ന പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. വയോരക്ഷാ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ. ആർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്? മുതിർന്ന പൗരന്മാർക്ക്. എങ്ങനെയുള്ള മുതിർന്ന പൗരന്മാർക്ക്? ആരുടെയും തുണയും കരുതലും സഹായമില്ലാതെ ജീവിക്കുന്നതും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതും പങ്കാളികൾ മരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ മുതിർന്ന പൗരർക്ക് എന്തൊക്കെയാണ് സഹായം നൽകുന്നത്? അടിയന്തര വൈദ്യസഹായം നൽകുക, പുനരധിവാസം ഉറപ്പുവരുത്തുക, കെയർ ഗിവർമാരുടെ സഹായം ഉറപ്പുവരുത്തുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായങ്ങൾ എത്തിക്കുക എന്നതൊക്കെയാണ് വയോരക്ഷാ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. വയോരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇതുവരെ BPL വിഭാഗത്തിലുള്ളവർക്ക് മാത്രമായിരുന്നു. എന്നാൽ ജൂലൈ 16 മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്തി സാമൂഹികനീതി ഡയറക്ടറേറ്റ് ഇറക്കിയ സർക്കുലർ പ്രകാരം ഇനി മുതൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി ബാധകമാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ BPL എന്ന ഒരു മാനദണ്ഡമില്ലാതെ എല്ലാവർക്കും എല്ലാ മുതിർന്ന പൗരന്മാർക്കും വയോരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഹൈഡ്രജൻ തീവണ്ടി. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി പേരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയായി. നോർത്തേൺ റെയിൽവേക്ക് കൈമാറിയ ശേഷം ഹരിയാനയിലെ സോനിപത്ത് ജിന്ദ് പാതയിൽ ഇതിൻ്റെ പരീക്ഷണ ഓട്ടം ഉടൻ ഉണ്ടാകും. പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറായി ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ ആരാണ്? പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 17ാമത് IDSFFKയുടെ ഭാഗമായി ഡോക്യുമെൻ്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചതാർക്കാണ്? രാകേഷ് ശർമ്മയ്ക്കാണ്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് നടനാണ് ടെറൻസ് സ്റ്റാമ്പ്. ടെറൻസ് സ്റ്റാമ്പാണ് ബ്രിട്ടീഷ് നടനാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ചു.